ഹലോ ഗായ്സ്, അപ്പോൾ ദാ ഇന്ന് നമുക്കൊരു ഔട്ടിംഗ് ആയാലോ? ഔട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. ഞങ്ങളൊക്കെ സ്നേഹത്തോടെ സായിട്ട് എന്ന് വിളിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം സായി. ആൾ എക്സാം കഴിഞ്ഞ് അന്ന് തന്നെ ബാംഗ്ലൂർക്ക് വണ്ടി കയറുന്നതാണ് കേട്ടോ. വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആൾ ആദ്യം ഓടിയെത്തുന്നതും ഞങ്ങളുടെ അടുത്തേക്ക് തന്നെയാണ്. ആൾ ബാംഗ്ലൂർക്ക് വണ്ടി കയറുന്നതിന് മുമ്പ് തന്നെ കൃത്യമായ പ്ലാനോടുകൂടിയാണ് കേട്ടോ വരുന്നത്. ഒരു ലിസ്റ്റ് തന്നെ ആൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓരോ റീൽസ് ഒക്കെ കണ്ടിട്ട് എവിടെയൊക്കെ പോകണം, എന്തൊക്കെ കഴിക്കണം, അങ്ങനെ കൃത്യമായ പ്ലാനോടുകൂടിയാണ് സായുട്ടിന് ഇവിടെ എത്താറുള്ളത് കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അതിനുശേഷം വേണം നമുക്ക് നമ്മുടെ മെയിൻ ഡെസ്റ്റിനിയിലേക്ക് പോകാൻ. കേതിനെ സംബന്ധിച്ചിടത്തോളം കേതിന് ഇപ്പോൾ സ്വന്തമായിട്ട് ഷൂവിൻ്റെ സൈസൊക്കെ നോക്കി സ്വന്തമായിട്ട് ഷൂ ഒക്കെ സെലക്ട് ചെയ്യാറായി കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ പണി പകുതി കുറഞ്ഞു കിട്ടി. അത് കഴിഞ്ഞ് കേതിൻ്റെ സ്ഥിരം പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ആളിവിടെ തകർത്ത ഓട്ടമാണ്, അതിൻ്റെ പുറകെ ഞാൻ നെട്ടോട്ടമാണ് കേട്ടോ. അങ്ങനെ ഓട്ടോ എല്ലാം കഴിഞ്ഞ് കേതൻ ക്ഷീണിച്ചു കേട്ടോ. എല്ലാവരും ഷോപ്പിങ്ങിലാണ്, ഞാനും കേതനും മാത്രം ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുകയാണ്. ഇവിടെ കേതൻ്റെ അച്ഛനും സൈഡിനും ഒക്കെ ഓരോ ഷൂ ഒക്കെ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. അവന് ഇഷ്ടപ്പെട്ട കളറുകളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ പർച്ചേസിങ് കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. ഇത് നമ്മുടെ ഫിനിക്സ് മാളിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്. ഷോപ്പ് അത്രയ്ക്ക് വലുതൊന്നും അല്ലെങ്കിലും നല്ല അടിപൊളി ഫുഡൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ എത്തി. ഇവിടെ ഷെഫ് പിള്ളയുടെ കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഏതായാലും മേളിൽ ഇരിക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് അറിയില്ല, കേതൻ ഇവിടെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. കേതൻ ഓരോ ആംബിയൻസും അതിനൊക്കെയാണ് ആ ഒരു ലൈറ്റിംഗ് ഒക്കെ നോക്കി കേട്ടോ ഓരോ റെസ്റ്റോറൻറ്റും ഇഷ്ടപ്പെടുന്നത്. ആൾക്ക് ഇവിടെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. ഇവിടെ വന്നാലും അങ്ങനെ ഫുഡൊന്നും ആൾ കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കേതിനുള്ള ഫുഡൊക്കെ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് പോയത്. എന്താണെങ്കിലും ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഓർഡർ ചെയ്തെന്ന് പറഞ്ഞത് വയനാടൻ പാൽക്കൊഞ്ചാണ് കേട്ടോ. സായുട്ടൻ പൊതുവെ ഫിഷൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു ഐറ്റം ഓർഡർ ചെയ്തത്. അവൻ എന്താണെങ്കിലും ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പായിരുന്നു. എന്താണെങ്കിലും ഐറ്റം എത്തി നമുക്കിത് സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, സാധനം നല്ല പൊള്ളിയായിരുന്നു. പാത്രം കാലിയായ വഴി പോലും കണ്ടില്ല കേട്ടോ. അവസാനത്തെ അതിലിട്ടിരുന്ന കറിവേപ്പിലെ പോലും വെറുതെ വിട്ടില്ലെന്നുള്ളതാണ്. ഇതാണ് ഗൈസ് നമ്മുടെ മെയിൻ ഐറ്റം, ഫിഷ് നിർവാണ. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച് പോയത് കരിമീൻ ഫിഷ് നിർവാണയാണ്. പക്ഷെ നമുക്ക് കിട്ടിയത് നെന്മീനാണ് കേട്ടോ. എന്താണെങ്കിലും കിട്ടിയതുകൊണ്ട് ഞങ്ങൾ സംതൃപ്തിപ്പെട്ടു. അതിൻ്റെ കൂടെ കഴിക്കാൻ അപ്പം, ഇടിയപ്പം, നൂൽ പൊറോട്ട അതൊക്കെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഗ്രേവി തികയോ എന്നൊരു ഡൗട്ടുള്ള കാരണം വീട്ടിലെ കോഴിക്കറിയും കൂടെ വാങ്ങിച്ചു കേട്ടോ. വീട്ടിലെ കോഴിക്കറി പേര് പോലെ തന്നെ അത്രയും അങ്ങോട്ട് സുഖമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന സാധാ ഒരു കോഴിക്കറിയുടെ ടേസ്റ്റ് അത്രേ ഉള്ളായിരുന്നു. എന്നാലും കുഴപ്പമില്ലായിരുന്നു. അങ്ങനത്തെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞു. സായുട്ടിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാലട ചീസ് കേക്കും വാങ്ങിച്ചു. അവൻ അങ്ങനെ അതും കഴിച്ചു. ഞങ്ങളിതാ ഓരോ ജ്യൂസൊക്കെ അങ്ങനത്തെ ഫുഡ് അടിയൊക്കെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. സമയം 10:40 ആയി. ഇനിയിപ്പോൾ എന്താണ്, വീട്ടിൽ പോയി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ എല്ലാവർക്കും ബൈ.